ചെക്കനോടുള്ള ദേഷ്യം മൊത്തം നമുക്ക് വെടിവെച്ച് തീർക്കാം. പുക വന്നോട്ടോ, പുക വന്നോട്ടോ. ബുള്ളറ്റ് തീർന്ന് വെടിയില്ലാത്ത തോക്ക്. ബുള്ളറ്റ് തീർന്നു. ഞാനിതാ ഇവിടെ വന്നിട്ടില്ല, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇവിടുന്ന് വണ്ടി ഓടിക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. സൈഡൊക്കെ മാറി റോങ് സൈഡിലൊക്കെ പോയി. പക്ഷെ അപ്പോൾ ഒറ്റക്കാണ് വണ്ടി ഓടി. ഇവിടെ വന്നിട്ടിപ്പോൾ മയിൽ എന്നുള്ളത് സ്ഥിരം കാഴ്ചയായി. ശരിക്കും പറഞ്ഞാൽ ദുബായിൽ മയിൽ ഇല്ലാതൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ മയിൽ കാണുമ്പോൾ ഒരു രസം. മയിൽ മാത്രമല്ല കേട്ടോ, ഈ പൊങ്ങ് കണ്ട ആവേശത്തിലായിരുന്നു ഞാൻ. അതിനേക്കാൾ തിന്നാൻ വേണ്ടിയിട്ട്. അല്ലോന് വലിയ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്കിങ്ങനെ മാന്തി കൈയോടെ എടുക്കണമായിരുന്നു. നമ്മുടെ നാട്ടിൽ പൊങ്ങെന്നാണ് പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ പൊങ്ങ് മാത്രമല്ല, ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കേക്കെല്ലാം ഹാൻഡ് മെയ്ഡ് ആണല്ലേ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ബന്ധുക്കൾ ഇതിങ്ങനെ ഉണ്ടാക്കി നമുക്കിങ്ങനെ സ്പെഷ്യലായിട്ട് കൊണ്ടുതരുമ്പോൾ അത് തിന്നുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എത്ര കടയിൽ നിന്ന് ഹാൻഡ് മെയ്ഡ് ആണെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത നല്ല പ്യുവർ ഹാൻഡ് മെയ്ഡ് വാനില കേക്ക്. ജ്യേഷ്ഠനും വൈഫും വന്നപ്പം അവരെ കണ്ട സന്തോഷത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പകരം ഫോട്ടോ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഞാൻ പുതച്ച് മൂടി കിടന്നുറങ്ങല്ല കേട്ടോ. എനിക്ക് പനി പിടിച്ചടാ 2 ദിവസം കഴിഞ്ഞപ്പം. പെട്ടെന്ന് നിപ്പിലൊരു വിറയലും ഒരു ക്ഷീണവും. പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര പനി. പിന്നെ നമ്മളെ ഡോളോ ഒക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. ഞാൻ ഈ ആവി പിടിക്കുന്ന വീഡിയോ എടുക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സുബൈക്ക് എണീറ്റ് പോവാണ്. അപ്പോഴാണ് മുകളിൽ എത്രത്തോളം ഈ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ മുകളിൽ നിന്ന് കയറി വരുമ്പോൾ അടിപൊളി വീട്. എന്താ പ്രശ്നം എന്താ പറഞ്ഞു കൊടുക്ക്. ഒരു ചെരുപ്പ് വാടിപ്പോയി എത്ര വെയിലത്ത്. എന്നിട്ട് എന്താ പറ്റിയേ വാടിയതിന് ശേഷം? ഇത് ഞങ്ങളുടെ അയൽവാസികളുടെ ആടാണ്. ഇവിടുന്ന് എപ്പം കുട്ടിയാടുകളുടെ സൗണ്ട് കേൾക്കും, ഞാനും വരും. അപ്പോൾ ഇന്നിങ്ങനെ പോയി നോക്കിയതാണ് ആടിനൊക്കെ കാണാൻ വേണ്ടി. അപ്പോഴാണ് അവർ ആടിനെ പുറത്തിറക്കി തന്നു ഞങ്ങൾക്ക് കാണാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അവർ ഈ ആടൊക്കെ തിന്നുകയാണെന്ന് നല്ല രസമാണ്. ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം ആടിനെ തൊട്ടും തലവടിയൊക്കെ അവിടെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരം ഉള്ളതാണ് അവിടെ എവിടെയും കാണുന്ന ജന്തുക്കളൊക്കെ പോയി വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ വലിയ ഇഷ്ടമാണ്. ചെടി നട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെടിനെ കൊന്നു.